റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഇപ്പോൾ ഇതാ പുതിയ ചില വാർത്തകൾ എത്തിയിരിക്കുകയാണ്. റഷ്യൻ വ്യോമത്താവളത്തിൽ വൻ ആക്രമണം നടന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതാണ്ട് 40ഓളം യുദ്ധവിമാനങ്ങൾ റഷ്യയുടേത് തകർത്തതായിട്ടാണ് യുക്രൈന്റെ അവകാശവാദം. റഷ്യൻ വ്യോമത്താവളങ്ങൾക്ക് നേരെയാണ് യുക്രൈൻ ഈ ഡ്രോണാക്രമണം നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ഒലന്യ അതുപോലെ തന്നെ ബെലായ എന്നിങ്ങനെയുള്ള 2 വ്യോമത്താവളങ്ങളിൽ യുക്രൈൻ കടുത്ത ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 40ഓളം റഷ്യൻ യുദ്ധവിമാനങ്ങളെ ആക്രമിച്ചതായി യുക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ ഞായറാഴ്ച നമുക്കറിയാം യുക്രൈനിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് യുക്രൈൻ ഡ്രോണാക്രമണം നടത്തുന്നത്. റഷ്യയുടെ ആക്രമണത്തിൽ ഏതാണ്ട് 12ഓളം ആളുകൾ മരിച്ചതായിട്ടും 60ഓളം ആൾക്കാർക്ക് പരിക്കേറ്റതായിട്ടും നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു. 40ഓളം റഷ്യൻ യുദ്ധവിമാനങ്ങളെ ഇപ്പോൾ യുക്രൈൻ ആക്രമിച്ചതായിട്ടുള്ള വാർത്ത എന്തായാലും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് റോയിട്ടേഴ്സ് ആണ്. യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള Tu-95 അതുപോലെ തന്നെ Tu-22 എന്നിങ്ങനെ സ്ട്രാറ്റജിക് ബോംബറുകളടക്കം ആക്രമിച്ചതായാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികളൊക്കെ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 18 മാസത്തെ ആസൂത്രണത്തിന് ശേഷമാണ് റഷ്യയുടെ വ്യോമത്താവളങ്ങൾ തകർത്തതെന്നും അത് ട്രക്കിൽ ഒളിപ്പിച്ചു വെച്ച ഡ്രോണുകളിലൂടെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളതെന്നും ഉള്ള പുതിയ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. റഷ്യയുടെ വ്യോമത്താവളത്തിന് നേരെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ആണ് യുക്രൈൻ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ ഏകദേശം 40ഓളം വിമാനങ്ങൾ തകർത്തു എന്നുള്ള തരത്തിൽ യുക്രൈൻ അവകാശപ്പെടുന്നത്. ആക്രമണം നടത്താൻ യുക്രൈൻ മാസങ്ങളോളം ആസൂത്രണം നടത്തിയതായും പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരിട്ട് ഇതിന് മേൽനോട്ടം വഹിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ 40ഓളം യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് യുക്രൈന്റെ ആക്രമണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യുക്രൈൻ റഷ്യയുടെ ചില കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, അഥവാ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും സെക്യൂരിറ്റി സർവീസസ് ഓഫ് യുക്രൈൻ എന്ന് പറഞ്ഞ SBU ആണ് റഷ്യൻ വ്യോമത്താവളത്തിലേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. യുക്രൈനിലെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളൊക്കെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഏകദേശം 18 മാസം എടുത്തുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ ട്രക്കുകളുടെ പുറകിൽ വിദഗ്ധമായി ഡ്രോണുകൾ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു എന്നും പിന്നീട് റിമോട്ട് കൺട്രോൾഡ് റൂം ഉപയോഗിച്ച് ഡ്രോണുകളെല്ലാം മറച്ചുവെച്ച് അവസാനം വ്യോമത്താവളത്തിനടുത്ത് ഈ ട്രക്കുകൾ പാർക്ക് ചെയ്തതിനു ശേഷം വിദൂര നിയന്ത്രിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഈ എക്സ്പ്ലോഷൻ നടത്തുകയായിരുന്നു, അഥവാ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ യുദ്ധവിമാനങ്ങൾ തിരിച്ചതായി AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയതെന്ന് പറയുന്നു. എന്തായാലും റഷ്യ യുക്രൈനുമായിട്ടുള്ള ഈ പരസ്പരം ഉണ്ടായിട്ടുള്ള യുദ്ധം, ഇതിൽ സമാധാനത്തിന് വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ ശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. റഷ്യയെ ഉന്നം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അവരുടെ വ്യോമത്താവളങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ യുക്രൈൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40ഓളം റഷ്യൻ വിമാനങ്ങൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. യുക്രൈന്റെ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദ കീവ് ഇൻഡിപെൻഡന്റ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉക്രൈനിൽ ഏകദേശം 4000 കിലോമീറ്ററിലധികം അകലെ കിടക്കുന്ന കിഴക്കൻ സൈബീരിയയിലെ ഇർകുട്സ്ക് മേഖലയായ ബെലായ അതുപോലെ തന്നെ ഒലനിയോ വ്യോമത്താവളങ്ങളുടെ അടക്കം ഉക്രൈൻ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഏതാണ്ട് ഇർകുട്സ്ക് ഗവർണർ അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആദ്യമായിട്ടാണ് ഉക്രൈൻ സൈബീരിയൻ പ്രദേശത്ത് ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകൾക്ക് ഇത് ശക്തമായ തിരിച്ചടിയായിരിക്കും എന്ന് വേണം കരുതുവാൻ. റഷ്യൻ പ്രസിഡന്റ് പുടിനും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും വലിയ ശാഠ്യക്കാരാണെന്നും തങ്ങളുടെ സമാധാന ശ്രമങ്ങളോട് അവരുടെ പ്രതികരണം അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറുപടി നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. എന്തായാലും വെടിനിർത്തൽ ശ്രമങ്ങൾ ശക്തമായ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഉക്രൈനിൽ ഇടയ്ക്ക് റഷ്യ ആക്രമണം നടത്തുകയും അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് അടുത്തുവരെ ആക്രമണം നടത്തുകയും ഇപ്പോൾ ഏതാണ്ട് റഷ്യയിലെ പ്രധാനപ്പെട്ട സൈനിക പ്രത്യേകിച്ച് അവരുടെ വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.